എന്റെ നീതി. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I am not the trouble. I am the truth. I am the truth. I am the truth. ഓ, ആ ട്രൂത്ത് പോയൊരു പോക്കേ. സൂപ്പർ ഷോട്ട്. സൂപ്പർ ആയിരുന്നല്ലോ. കഴിഞ്ഞല്ലോ. ഒരു സെക്കൻഡ്. പിന്നെ സത്യം പറഞ്ഞ മോണിറ്ററിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോ കണ്ണെടുക്കാൻ തോന്നില്ല, അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അതങ്ങനെയാണല്ലോ, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ നിങ്ങൾ എഴുതി തന്ന ഡയലോഗിൽ നിന്ന് ഒരു സാധനം ഞാൻ കയ്യിൽ നിട്ടായിരുന്നു. ഒരു ട്രബിൾ ഞാൻ കയ്യിൽ നിട്ടായിരുന്നു. ഞാൻ എഡിറ്റിംഗ് ടൈപ്പ് കളഞ്ഞോളാം. എന്താ? അല്ല, അത് സൂപ്പർ പറയായിരുന്നു. ആണല്ലേ? അല്ല, നമ്മുടെ നായികയെ കണ്ടില്ല. അത് പറയാൻ ഞാൻ വിട്ടുപോയി. എന്താണ്? നമ്മുടെ പടത്തിലെ നായികയെ ഞാനൊന്ന് മാറ്റി. പുതിയ നായിക നാളെ ജോയിൻ ചെയ്യും. അല്ല, പഴയ നായിക എന്തായിരുന്നു കുഴപ്പം? പഴയ നായികക്ക് ചുണ്ടില്ലല്ലോ. ഓ, കുഞ്ഞു ചുണ്ടായിരുന്നു. അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി പുള്ളിക്കാരി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. ആഫ്രിക്കയിൽ സംഭവം നല്ലതാണ്. അവിടെ മറ്റേ ഇഞ്ചക്ഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചുണ്ട് വലുതാവും. നല്ല കാര്യം. ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള മരുന്നെടുത്ത് അവർ കസേരയിൽ വെച്ചായിരുന്നു. ഇവിടെ ചെന്ന് അറിയാതെ അതിന്റെ മണ്ടേ കയറി അങ്ങ് ഇരുന്ന്. അയ്യോ, എന്നിട്ട് ഇപ്പൊ ആഫ്രിക്കൻ ഇൻഡസ്ട്രി ഭരിക്കുന്ന ആരാ? അവളായിരിക്കും. പിന്നെ അതങ്ങനെയല്ലേ വരത്തുള്ളൂ. സാറിനൊരു ചായ കൊടുത്തേ, ചൂട് ചായ. ചൂട് ചായ എനിക്ക് തണുത്ത എന്തെങ്കിലും മതി. എന്നാ ചൂട് ചായ ഒന്ന് തണുപ്പിച്ച് കൊടുത്തേരെ. ഓ, ഐ സി. അപ്പൊ എന്റെ സീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? സാറ് സീനും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് സാറ് വേണമെങ്കിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല. അല്ല, ഈ റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു പരാതി ബോധിപ്പിക്കാനുണ്ടായിരുന്നു. എന്താണ്? കാരണം ഞാൻ ഈ തെലുങ്ക് സിനിമയിലൊക്കെ ചെയ്യാൻ നിർത്തി എന്റെ അമാനുഷികത ഞാൻ ഇവിടെ കാണിക്കാറുണ്ടായിരുന്നു. അതായത് ഓടുന്ന ട്രെയിൻ പിടിച്ചു നിർത്തുക, JCB എടുത്ത് വില്ലനെ അടിച്ചിടുക. അങ്ങനെ ഒരു സീൻ നമുക്ക് ഈ സിനിമയിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്ട് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ തൽക്കാലം നമുക്ക് ഈ സിനിമയിൽ ഇല്ല, ഒഴിവാക്കിയതാ. അല്ല, ഒരു മെട്രോ പില്ലറെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് ഇടിച്ചിരിക്കുകയാണെന്നുണ്ടല്ലേ, കൈക്കൊരു തരിപ്പ്. അതുകൊണ്ട് പറഞ്ഞത് സാറിന്റെ തരിപ്പ് തീരുന്നവരെ സാർ ആ കാരവാനിൽ പോയിരുന്ന ഞാൻ പ്ലാൻ ചെയ്തേ. പിന്നെ ഞാൻ എന്റെ കാരവാനിലോട്ട് പോവാം. അയ്യോ, അത് മീൻവണ്ടിയായിരുന്നു. അല്ല, ഒരു കപ്പൽ ഇങ്ങനെ കടിച്ച് 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 പോണ നീ വലിയ വയ്യേ സാറേ, ഒന്ന് പോയിരിക്കൂ. ഉരുകിയെരിയുമീ ഉന്മേഷം ഉണ്ടാ. രാവിലെ ഷൂട്ട് തുടങ്ങിയപ്പോ നല്ല ഉന്മേഷമായിരുന്നു. ഇപ്പൊ പുള്ളി അങ്ങോട്ട് പോയി, ഇപ്പൊ വലിയ ഉന്മേഷമൊന്നും ഇല്ല. നിങ്ങൾക്ക് ഉന്മേഷം ഉണ്ടെന്നല്ല ചോദിച്ചാ, പിന്നെ സൂപ്പർ സ്റ്റാർ ഉന്മേഷ് കുമാർ ഉണ്ടോന്നാ ചോദിച്ചത്. സാറിനാണോ നീ എന്നൊക്കെ വിളിച്ചത്? പിന്നെ അല്ലാതെ ആരാധകർ കയറി ഞാൻ നിന്നെ വെട്ടും. ആ പ്രായത്തെ മാനിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ അച്ഛന്റെ വേഷം ചെയ്യാൻ വന്നാണെങ്കിൽ വേഷം ഇപ്പോഴല്ല, പോയിട്ട് പിന്നെ വാ. ഞാൻ അച്ഛന്റെ വേഷം ചെയ്യാൻ വന്ന ആളല്ല. ഞാൻ യുവത്വമാണ്. യുവത്വം. എനിക്ക് 36 വയസ്സായിട്ടുള്ള, അറിയാവോ? ഓ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായല്ലോട്ടോ. ഞാൻ വിചാരിച്ചു നല്ല പ്രായമുള്ള ആളായിരിക്കും. അതൊക്കെ എങ്ങനെ വന്നു? ജംഗ്ഷനിൽ ഇറങ്ങി ഓട്ടോ വിളിച്ചു വന്ന്. അയ്യോ, അതല്ല, ഈ മുടി കൊഴിച്ചിലൊക്കെ എങ്ങനെ വന്നു? അവരെ വിളി. അവനെ വിളിന്ന് ഇങ്ങനെ ആക്കിയ മുടി കൊഴിച്ചിലെ കഥ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഉന്മേഷ് കുമാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം, അദ്ദേഹത്തെ വിളിക്ക്. അതെ, സാറ് വരുന്നുണ്ട്. തെന്നി തെന്നി പമ്പ ചിരിച്ചു, ചന്നം ചിന്നം മുത്തു തെറിച്ചു, ചിതറി സീന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? സാറിന് മനസ്സിലായി, ആരാധകൻ വന്നിട്ടുണ്ട്. പറയാനും സമ്മതിക്കില്ലല്ലോ ഒരു സാധനം. ഹലോ, നമസ്കാരം. എന്നെ മനസ്സിലായ? എന്നെ കണ്ടറിനെ തിരിച്ചറിയാൻ നീ എന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ. എനിക്ക് നിങ്ങളെ മനസ്സിലായി. പിന്നെ ഞാൻ സൂപ്പർ സ്റ്റാറല്ലേ, എന്നെ കണ്ടറിനെ തിരിച്ചറിയത്തില്ല. പിന്നെ അതല്ലെന്ന്. പിന്നെ ഇത് നോക്ക്. എന്താ? നിങ്ങൾ ഒറ്റ ഓടത്തിനാണ് എന്റെ തല ഇങ്ങനെ ആക്കി വെച്ചത്. എന്നാ ഞാൻ നിന്റെ മുടി മൊത്തം കടിച്ചു പറിച്ചെടുത്തോണ്ട് പോയ അല്ലെന്ന്. പിന്നെ ഞാൻ കാണിച്ചു തരാം. താണ്ടെ എന്തോ ഇതൊന്ന് കണ്ടു നോക്ക്. ഹായ്, എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്റെ ഹെയർ ആണ്. ഷൂട്ടിംഗ്, ഡബിംഗ്, ഇനാഗ്രേഷൻ എന്നീ തിരക്കുകൾ മൂലം എനിക്ക് എന്റെ ഹെയർ ഒന്ന് ശ്രദ്ധിക്കാനേ പറ്റിയില്ല. കണ്ടില്ലേ, ഇതാണ് ഇപ്പൊ എന്റെ മുടിയുടെ അവസ്ഥ. ഇങ്ങനെ പോയാൽ എന്റെ കരിയർ എന്താവും? അപ്പോഴാണ് എന്റെ സുഹൃത്ത് ഉണ്ണിത്താൻ എന്നെ ഈ തന്നെത്താൻ ഹെയർ ഓയിൽ പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ എന്റെ മുടിയൊന്ന് നോക്കൂ, യാതൊരു തരത്തിലുള്ള മുടി പിടിച്ചതുമില്ല. തന്നെത്താൻ വാങ്ങിക്കും, തന്നെത്താൻ പെരുക്കും, തനിയെ മുടി തന്നെത്താൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം ഈ വെളിച്ചെണ്ണ തല തേച്ചാണ് എന്റെ തലമുടി മൊത്തം പോയത്. വെളിച്ചെണ്ണേ? പിന്നെ തല തേക്കുന്ന വെളിച്ചെണ്ണല്ല, പിന്നെ പുളിശ്ശേരി എന്ന് പറയോ? സാറേ, എന്റെ കണ്ടൽ കാട് കൊടുത്ത തല ഇപ്പൊ ഉണ്ടല്ലോ, മൺട്രോ തുരുത്തൂലെ, അറിയാവോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിന്റെ സാമ്പിളായിട്ട് ആകെ 12 കുപ്പികൾ മാത്രം ഇറക്കിയിട്ടുള്ളൂ. ഇയാൾ ഒരാളല്ലേ പരാതി പറഞ്ഞുള്ളൂ. ഈ 11 പേർക്കും പരാതി ഇല്ലല്ലോ. അതെ, ബാക്കി 11 പേർക്കും പരാതി ഇല്ലല്ലോ. തനിക്ക് മാത്രമല്ലേ ഉള്ളൂ പരാതി. ഈ 12 കുപ്പി വാങ്ങിച്ചാൽ ഞാനാണ്. അതിനകത്ത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, എന്തായാലും ഇതിനിപ്പോ ഒരു സൈഡ് എഫക്ട് ഇല്ലല്ലോ. സത്യം, സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. സൈഡിലൊന്നും പോയില്ല, പോയതല്ല. കണ്ടിട്ട് ഈ
ഈ സാധനം മേടിച്ച് എന്റെ വീട്ടിൽ വെച്ച് സാറേ. വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോണ്ടല്ല എന്റെ കട്ടിൽ യോധല റംബോച്ച കയറിയിരിക്കുന്നു. റംബോച്ചേ? എന്റെ അമ്മമ്മ ഓനെ മുടിയുള്ള അമ്മമ്മയായിരുന്നു. ഇതെടുത്ത് തേച്ച് എല്ലാം പോയി. പിന്നെ എന്റെ അപ്പൂപ്പൻ മാത്രം രക്ഷപ്പെട്ടു. ഒരു കുഴപ്പമില്ല. ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എണ്ണ വെച്ചിട്ട്. അതെ അതെ. അപ്പൂപ്പന് മുടിയില്ല. എടുത്ത് തലയിൽ ഒഴിച്ച് എല്ലാം കൂടെ ആകപ്പാടേണ്ട നെഞ്ചിലും കൂടെ എല്ലാം പോയി. ഞാൻ പറഞ്ഞ ഇപ്പൊ അമ്മൂമ്മ അവരൊക്കെ അല്ലേ ഉള്ളൂ. ഭാര്യ ഉണ്ടല്ലോ. ഭാര്യ സാറേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ 36 വയസ്സ് കഴിഞ്ഞ് എനിക്ക് എന്റെ തലവരെ തെളിയുന്നാണ് പറഞ്ഞേക്കണം. അറിയാവോ? 36 വയസ്സ് കഴിഞ്ഞാൽ തലവരെ തെളിയല്ലോ. പിന്നെന്താ കുഴപ്പം? എവിടെ തെളിയാ? ഇത് എവിടെ തെളിയുന്നത് സാറേ? ഞാൻ നല്ലൊരു സിംഗറാണ് സാറേ. തമിഴ് സിംഗറായിരുന്നു ഗാനമേളയിൽ. പാട്ടൊക്കെ പാടൂ. പിന്നെ എന്റെ പാട്ടെന്ന് പറഞ്ഞാൽ എന്റെ മുടി ഇത്ര ഉണ്ടായിരുന്നു സാറേ. ഞാൻ അഴകിയല്ല ഇല്ല അങ്ങനെ ചെയ്തോണ്ട് സാധനം. ഇപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും സാറേ? എടേ നിനക്കൊരു വിഗ് എടുത്ത് വെച്ചിട്ട് അടിച്ചാ പോരെ? 24 വിഗാണ് ഞാൻ മേടിച്ചു വെച്ചത്. ഒറ്റയടിക്ക് എന്ന് പറഞ്ഞപ്പോ എല്ലാം ഊരി തെറിച്ചു പോയി സാറേ. എന്റെ വിഗ് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് എന്റെ അമ്മമ്മയുടെ തിരുപ്പനി മറ്റൊന്നാണ് ഞാൻ ഇപ്പൊ വീട്ടിൽ കയറ്റണില്ല. എന്ത് തിരുപ്പില്ല, നീ വീട്ടിൽ കയറണ്ടാന്ന് പറഞ്ഞു. ഈ ഞാൻ മാത്രമാണോ ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നത്? അല്ല. എത്രയോ സിനിമാ താരങ്ങൾ പരസ്യത്തിൽ അഭിനയിക്കുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? ചോദിക്കും. അതെ, ഉദാഹരണത്തിന് പാത്രം തേക്കുന്ന സോപ്പിൽ നാരങ്ങ ഉണ്ടെന്ന് പറഞ്ഞ നീ അതെടുത്ത് കലക്കി നാരങ്ങ ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവരും കൊടുക്കോ? നാരങ്ങ ഇല്ല. എന്തിന് മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് ഇതുവരെ ഒരു മാങ്ങാട്ടിയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്കൊരു മാങ്ങേണ്ടി കിട്ടിയില്ല. എന്തിന് ഈ സോപ്പിനകത്ത് ബദാം ഉണ്ടെന്ന് പറഞ്ഞ് നീ അത് കടിച്ചു പറിച്ച് തിന്നോടാ? എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകാത്തതാണ്. നിങ്ങൾ വീട്ടിൽ ചമ്മന്തി ഇറക്കാറുണ്ടോ? ഉണ്ട്. ഈ തേങ്ങയുടെ പരസ്യം ആരെങ്കിലും ചെയ്തിട്ടാണോ നിങ്ങൾ വീട്ടിലോട്ട് തേങ്ങ മേടിച്ചു വരുന്നത്? അതല്ല. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി മേടിച്ചോണ്ട് വരുന്നുണ്ട്. ഈ പച്ചക്കറിയുടെ പരസ്യം ആരെങ്കിലും ചെയ്തിട്ടാണോ നിങ്ങൾ പച്ചക്കറി മേടിച്ചോണ്ട് വരുന്നത്? ഇത് സിനിമാ താരങ്ങൾ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത്. സാറേ, എനിക്ക് ഇതിന് നഷ്ടപരിഹാരം തന്നേ പറ്റുള്ളൂ. എത്ര രൂപയാണാവോ ഇയാളുടെ നഷ്ടപരിഹാരം? 2 ലക്ഷം രൂപ കിട്ടണം. 2 ലക്ഷം രൂപ. സുഹൃത്തെ, സിനിമയിൽ ഞാൻ ഒരുപാട് ഹീറോയിസം ചെയ്തിട്ടുള്ള ആളാണ്. നല്ല ജീവിതത്തിലും ആ ഹീറോയിസം കാണിക്കുന്ന എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. 2 ലക്ഷം രൂപയൊന്നുമില്ല, ഒരു 10,000 രൂപ എങ്ങ് തരും. അതങ്ങൊരു നക്കാപ്പിച്ചായി കണ്ടാ മതി. ഒരു 10,000 രൂപ തരും. അതങ്ങൊരു നക്കാപ്പിച്ചായി കണ്ടാ മതി. പഞ്ച് സാധനം അതങ്ങനെ പഞ്ചി പറഞ്ഞാൽ അത് ഇതാ. ഒരു 10,000 രൂപ തരും. അതങ്ങ് പഞ്ച്. അതാണ് ഈ സാധനം. അങ്ങനെ ആർക്കും കളിക്കാൻ കിട്ടത്തില്ല. നീ എങ്ങനെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനിവിടെ ചമ്മിപ്പോയനാ. അത് സഹിക്കാൻ പറ്റാത്ത കാര്യമുണ്ട്. അവിടെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി അങ്ങ് വിടേ. പോയിട്ട് നീ കേറ്റി പിടിച്ച് ഞാൻ വിഷയം ഉണ്ടാക്കും സാറേ. ഞാൻ 24-ൽ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ ഇവിടെ പരസ്യമായിട്ട് ഇവരെ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാരും വിളിച്ച് ഞാൻ പ്രശ്നം ഉണ്ടാക്കും സാർ. സാറിന്റെ സിനിമ ഇവിടെ നിൽക്കും. എന്റെ സിനിമ ഇവിടെ നിൽക്കും. 24 നാള് വരും. ഇവിടെ ലൈവ് ഉണ്ടാക്കും. ലൈവ് ആക്കും. ചെയ്യടാ, നീ ചെയ്യണം. ചെയ്യും. എന്റെ ഇത് എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ 24 എന്നൊക്കെ ആള് വന്ന് ഇവിടെ പറയും. ഇതായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകത്തില്ലേ? എന്റെ സാറേ, ഇത് നമ്മുടെ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ആയിരിക്കും ഈ ലൈവ് പോകുന്നത്. അത് വെച്ച് നമുക്കൊരു പരസ്യം ചെയ്തൂടെ സിനിമയെ വെച്ച്? ഒരു പരസ്യം ചെയ്തതിന്റെയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്യവും വേണ്ട, ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും അവൻ ഇവിടുന്ന് ഒഴിവാക്കി വിടണം. ഒഴിവാക്കി വിട്ടാലേ ഞാൻ ഇതിനകത്ത് അഭിനയിക്കത്തുള്ളൂ. പറഞ്ഞാ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞു. എന്തെങ്കിലുമൊക്കെ ചെന്ന് പറ. കുട്ടിച്ചാത്ത സംഭവം നഷ്ടപരിഹാരം കിട്ടൂല സാറേ. ഞാനൊരു ഉപഭോക്താവാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വാങ്ങിച്ച എന്നെ തലയിലേക്ക് നോക്ക്. ഉണരു ഉപഭോക്താവേ, ഉണരു. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. കേൾക്കാം. അതുകൊണ്ട് ഈ സിനിമയിലെ ഞാനാണ് സംവിധായകൻ. നിനക്ക് ഞാനൊരു വേഷം തരാം. എനിക്ക് ഇത് നിനക്കൊരു ബ്രേക്ക് ആയിരിക്കും തന്നെ. പിന്നെന്ത്, ഞാൻ അദ്ദേഹം സംസാരിച്ചോട്ടെ. സംസാരിച്ചു. ഒരു ചെറിയ വേഷം കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ അഭിനയിക്കാൻ അറിയാത്തവർക്കൊക്കെ വേഷം കൊടുക്കുക എന്ന് പറഞ്ഞാ സാർ രക്ഷപ്പെട്ടില്ലേ? അല്ല, അങ്ങനല്ല. അതുപോലെ ഇവനെ നാളെ രക്ഷപ്പെട്ടാലോ? അല്ല എന്തെങ്കിലും കൊച്ചു വേഷം കൊടുത്താൽ മതി. കൊച്ചു വേഷം അതാകുമ്പോ പെട്ടെന്ന് സാറിന് വേറെ ബുദ്ധിമുട്ടൊന്നും. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ അഭിനയിച്ചാൽ മതി. അതെ, സാറിൻ്റെ കൂടെ പറഞ്ഞ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അഭിനയിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ സാറേ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, വേറെ ഒന്നുമില്ല. അയാൾ എന്തെങ്കിലും ചോദിക്കാണ്ട് പോയി ചോദിച്ചിട്ടോ ഇവിടെ ഒന്ന് പുഴുക്കണ്ട. വേണ്ട, വെറുതെ എനിക്ക് ഒന്നും ചോദിക്കില്ല. സാറിന് എന്തെങ്കിലും പറയാണ്ട് സാറൊന്ന് പറഞ്ഞ് വലിയ ഉപകാരമായിരുന്നു. അല്ല, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ അയാൾക്ക് പറയാനുണ്ടാവുമല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും എന്തെല്ലാം പിടിച്ചിരിക്കുകയാണ്. പോട്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അടുത്ത ഡയലോഗ് ഇല്ലാതായപ്പോ ഇവന്റെ ബോധവും പോയോ? സത്യം പറ, എനിക്ക് സാറിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല സാർ. സാറിന്റെ സിനിമയൊക്കെ ഞാൻ കാണുന്നതാണ്. എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന് ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയത് കൊരവേ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയത് എന്താ സാറേ? അല്ല, അത് പകുതിയിൽ ഉറങ്ങി കിടക്കുക. ഇന്ന് കൊരയുടെ ആൾ വന്നില്ലേ? അല്ല, അതിന്റെ ബാക്കി ഷൂട്ട് അമേരിക്കയില. ആരാ അഭിനയിക്കണം? ഈ സാർ. അപ്പൊ കൊരവിട്ട് ഊപ്പാട് വരും പുള്ളിയാണെങ്കിൽ. അദ്ദേഹത്തിന് ഒന്നും പറയരുത്. ഇല്ല, അദ്ദേഹത്തിനെ ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. തന്നെത്താൻ ഓയിൽ വാങ്ങി തേച്ചിട്ടുണ്ടോ? ഇല്ല, ഒരെണ്ണം തേച്ചാ മതി. അപ്പം സാറേ, നമുക്ക് ഷോട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്കിപ്പോ ഏത് സിനിമ എടുക്കാൻ പോണേ? അമ്മയും മറ്റുള്ള കോമ്പിനേഷൻ സീനാണ്. അതിന് അമ്മ വന്നില്ലല്ലോ. അമ്മ വന്നില്ല. അതുകൊണ്ട് സാറിന്റെ ക്ലോസ് മാത്രം എടുക്കാം. ഓക്കെ സാർ റെഡി അല്ലേ? റെഡി. അസോസിയേറ്റ്
ആ ക്യാമറയൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചോ. എടുത്ത് വേടേ സാർ റെഡിയാണോ? റെഡിയാണ്. റോൾ ക്യാമറ ആക്ഷൻ. അമ്മ, അമ്മയുടെ ഈ മുഖൻ ഇതുവരെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി കള്ളത്തരം പറഞ്ഞിട്ടില്ലമ്മ. കള്ളത്തരം എന്റെ ശങ്കരനാരായണ സ്വാമി പറയണ എന്തോന്ന്? ഈ കള്ളം പറയത്തില്ലെന്നാ നീ പരസ്യവത്തി വന്നിരുന്ന് കള്ളം പറഞ്ഞല്ലടാ എന്റെ മുടി ഈ പരിപാടി. എന്റെ ശങ്കരനാരായണ സ്വാമി അവന്റെ നാക്ക് സിനിമയിൽ ഡയലോഗ് പറഞ്ഞതില്ലേ, തന്നെ. ചുമ്മാ അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. അതെ, ഒരാളുടെ മരണത്തിന് ഉത്തരവാദിത്വം വരേണ്ടി വരും. എത്ര നേരം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്വാസം പിടിച്ചോണ്ടിരിക്കും. അമ്മ, നമുക്ക് ഇങ്ങനെ മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ലമ്മ. അമ്മക്ക് വേണ്ടി ഞാൻ കൃഷി ചെയ്യും, ഞാൻ വളവിടും. ഞാൻ വളവിട്ടതല്ല, നട്ട് നനച്ച് വളർന്നിട്ടേ ഉള്ളമ്മ. എന്റെ ശങ്കരനാരായണ സ്വാമി എന്തൊക്കെ വിറ്റ് പറയണ. എടാ നീ ഇതൊന്ന് തളിച്ച് വളർത്തിത്താടാ. നീ വിത്ത് മാത്രം നീ ഇടാതെ വിളമ്പിത്താടാ നീ ഇത്. അല്ല, മൂട് പോയി. സാറേ പോലെ അങ്ങനെ എന്തിനാ പോയെന്ന് സാറേ കവറി ചവിട്ടാലം ഇവൻ ഇവിടെ നിർത്തിയ പണിയാവും. അതെ, എന്റെ സാധനം എന്താടേ ഇത്? പറഞ്ഞിട്ടൊക്കെ എടുത്തോണ്ട് പോണം. അത് നമുക്ക് അടുത്തൊരു സീൻ എന്ന് പറഞ്ഞാൽ അച്ഛനും മകനുമായിട്ടുള്ള ഇവനാണ് അച്ഛൻ ചെയ്യുന്നത്. കുറ്റിവേഷമാണ്. കുച്ചുവേഷം അഭിനയിച്ചോടെ പോകുള്ളൂ. സാറ് കയ്യിൽ നിന്നിട്ട് കളിച്ച് കയറ്റിക്കണം. അത് നമ്മൾ പറയാം, അവനെ പറഞ്ഞു പുതിയ ആളല്ലേ, എക്സ്പീരിയൻസ് ഒന്നുമില്ല. പറഞ്ഞു. അതെ, നിങ്ങളെ വെച്ചിട്ടുള്ള സീന എടുക്കാൻ പോകുന്നത് അച്ഛനുമായിട്ടുള്ള. അത് നിങ്ങളുടെ മകനാ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ട് പോയി. അതിനുശേഷം നിങ്ങളെ കാണാൻ വരുന്നതാണ് സീന്. മാക്സിമം സ്വന്തം മകനെ കൈ കിട്ടുമ്പോൾ വാത്സല്യത്തോടെ ഒന്ന് കൊഞ്ചിച്ച് തലോടി കയ്യിൽ നിന്നിട്ട് ആക്ഷൻ കളി കളിച്ചോളാം. ഓക്കെ, തലയിലൊക്കെ തടവാലോ. എന്ത് വേണോ ചെയ്യാം. ഓക്കെ, ഞാൻ എനിക്കൊരു ചെറിയ സമയം തന്നെ തരാം. ക്യാരക്ടർ ഉൾക്കൊള്ളാൻ. അതെയാണ്. ശരി, ആയിക്കോ. ഓക്കെ സാറേ, തരാടാ നിനക്ക്. നിനക്ക് തന്നെത്താ ഓയില് നിനക്ക് എന്നടാ. നീ എന്നെ പറ്റി നീ ഈ പരുവത്തിലാക്കിയല്ലേ, എനിക്കില്ലെങ്കിൽ നിനക്കും ഇല്ലടാ. ടെൻഷനൊന്നും വേണ്ട, ഒന്നുമില്ല. എന്റെ കൂടെ അഭിനയിക്കുന്നത് തലവരെ ഉടനെ മാറും. നമ്മൾ രണ്ടുപേരെയും മാറും. ആണല്ലേ? സാർ റെഡി സാർ? ഓക്കെ. മറ്റേ പുതിയ ആർട്ടിസ്റ്റ് റെഡി? റെഡി, ഇങ്ങോട്ട്. ആക്ഷൻ. അച്ഛാ, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നെ തല്ലി. ആ ദേഷ്യത്തിനാണ് ഞാൻ നാട് വിട്ടു പോയത്. പിന്നീടാണ് മനസ്സിലാക്കിയത് അത് ഭയങ്കര തെറ്റായി പോയി അച്ഛാ. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അവിടെ ഷോട്ട് എടുത്തോണ്ടിരിക്കല്ലേ, അതിന്റെ ഇടയിലാണ് നിന്റെ കൊതുക്. അല്ല, ഈ കാലേ വീഴുന്നത് ശരിയാവില്ല, അത് വേണ്ട. സാർ കാലേ വീഴണ്ട. കാലേ വീഴണ്ട, അത് വേണ്ട. സൂപ്പർ സ്റ്റാർ കാലേ വീഴണ്ട. അതെ 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 അതെ. ക്യാരക്ടർ ഉൾക്കൊള്ളണോ? കൊള്ളണം. ശരി, ചെല്ലേ. ചെറുതായിട്ട് നേരത്തെ ചീറ്റിയടാ, ഇനി ചീറ്റൂലടാ. നിന്റെ തലക്കെല്ലാം നിന്റെ തല എല്ലാം പോയിട്ട് നോക്കിയോ, നിനക്ക് നിന്റെ ഊപ്പാട് വരുവാടാ. നോക്കി. ഇയാൾ റെഡിയാണോ? റോളിംഗ് സാർ, ആക്ഷൻ. അച്ഛാ, കുഞ്ഞിനാളിൽ അച്ഛൻ എന്നെ ഒരുപാട് തല്ലി. ആ ദേഷ്യത്തിലാണ് ഞാൻ നാട് വിട്ടു പോയത്. അച്ഛാ, ഞാൻ ആ ചെയ്തത് തെറ്റായി പോയി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛാ. അച്ഛൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നടാ നീ. നിങ്ങൾ എന്തിനാണ് സൂപ്പർ സ്റ്റാറിന്റെ താടിയിലൊക്കെ കയറി പിടിക്കുന്നത്? പെട്ടെന്ന് താടിയാണ് കിട്ടിയത്. ഒരു മകനെ കൈ കിട്ടുമ്പോ വാത്സല്യത്തോടെ കൊണ്ട് എടുക്കുക. നിങ്ങൾ ഇങ്ങനെ എടുത്ത് തലയിലൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രമിച്ച് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഞാൻ ഇനി അടുത്ത പിടിച്ചോളാം. പിടിക്കോ? എന്റെ മൂഡ് പോവാട്ടോ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും ഞാൻ. സോറി സാർ, ഈ ആർട്ടിസ്റ്റ് ബാക്കി നോക്കാം. ആർട്ടിസ്റ്റ് റെഡിയാണോ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്റെ അച്ഛ എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചു. കിട്ടിയാടാന്ന് നിനക്ക് നല്ലതല്ല. നിർത്തണം. സൂപ്പർ 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 അഭിനയല്ലേ സാർ? അഭിനയമല്ല, മസാജ് സൂപ്പർ ആയിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇന്നത്തെ ഷൂട്ട് ഇത്രയും മതി, ബാക്കി നമുക്ക് നാളെ ഷൂട്ട് ചെയ്യാം. ഓക്കെ സാറേ, ഇന്നത്തെ ഷൂട്ട് വേണമെങ്കിൽ ഇപ്പൊ ചെയ്താൽ നാളെ പറ്റൂല. മുടിയും താടിയും എല്ലാം പോവും. നിന്റെ ഓയിലില്ലായിരുന്ന മറ്റേ എണ്ണ, തന്നെത്താ എണ്ണ നിന്റെ തലയിലും മുടിയിലും മീശലൊക്കെ വാരി തേച്ചിട്ടുണ്ട്. നിന്റെ മുടിയുടെ കാര്യം തീരുമാനം ആടാ. അതൊക്കെ പരിപാടിയാണ് കാണിച്ചത്. എന്റെ തലയെ കൊണ്ട് തേച്ചതിനാണോ? ഞാൻ ഇപ്പൊ വരെ എന്തോന്ന്? എവിടെ പോണ? എണ്ണ എടുക്കാൻ പോണ? എണ്ണ എടുക്കല്ല, ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളെ പോലെയുള്ളവർ ഇതുപോലെയുള്ള പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ ആലോചിക്കണം ഇതിന്റെയൊക്കെ ഗുണനിലവാരം എന്താണെന്ന്. നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മളെ പോലെയുള്ള ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് തേക്കുന്നത്. എന്റെ മുടിയും പോയി, എല്ലാം പോയടാ. എടോ, ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യടോ? തന്നെത്താനെ വരുത്തി വെച്ചല്ലേ, തന്നെത്താനെ അനുഭവിച്ചോ. എന്റെ ശങ്കരനാരായണ സ്വാമി, നീ എന്റെ വിളി കേട്ടേ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 759382
9838 ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.